വിലായത്തിന്റെ വിവിധ പടവുകൾ ചവിട്ടിക്കടന്ന് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനാണ്. വിലായത്തിന്റെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കടന്നു. കൂടുതൽ ചരിത്രം വിശാലമായി പറയാൻ സമയമില്ല. ലോകം തന്നെ നിയന്ത്രിക്കുന്ന ഖുത്ബുൽ ആലം എന്ന പദവിയിലേക്ക് മഹാനവറുകൾ എത്തിപ്പോയില്ലേ. ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും കടന്ന് അല്ലാഹുവിന്റെ മഅരിഫത്ത് എന്ന പ്രഭയിൽ തിളങ്ങിയ മഹാനാണ്. ആ മഅരിഫത്തിൽ മുങ്ങിക്കുളിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിയാർ CM മടവൂര് എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവിയെ വളരെ വളരെ ദറജ ഉയർന്നവനാണ്, ഭയങ്കര മഅരിഫത്തിലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഏട്ടങ്ങേറായും കൊണ്ടിരിക്കുകയാണ്. മൂപ്പര് ചെവിയിലും വിരലിട്ടിക്കണു, ആകപ്പാടെ മുക്കി മറന്നും കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഈ അള്ളാഹു അറിയിച്ചു തരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മഅരിഫത്തിൻ്റെ ദർജയിലെത്തിയെന്നൊക്കെ നമ്മളെങ്ങനെ പറയാം മൂല്യരെ അല്ലേ? അത് അള്ളാഹുവിനാണ് അറിയുക. ആ ഒരു ദർജയിലൊക്കെ എത്തിയ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസ്ഥയാണ്. നമ്രൂദിൻ്റെ കിങ്കരന്മാർ കൈകാലുകൾ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ദിവസങ്ങളോളം കത്തിച്ച വലിയ തീ കുണ്ടത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എറിയുകയാണ്. ആ എറിയുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്? അതാണ് മാരിഫത്ത്. അള്ളാഹു അവരെ സഹായിക്കും എന്നുള്ള ആ ഉത്തമ ബോധ്യം. അതിനാദ്യം വേണ്ടത് തവക്കുലല്ലേ അല്ലേ? ഈ CM മടവൂർ എന്ന് പറയുന്ന ആളെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ദർജയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഔലിയയോട് നിങ്ങൾ വിളിച്ചു തേടുകയും അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ മാരിഫത്തിൻ്റെ ദർജയിലുണ്ടായിരുന്ന ആളോടല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ശിർക്കായില്ലേ? നിങ്ങൾ പറയണത് മൂപ്പർക്ക് ഇപ്പോൾ മാരിഫത്തിൻ്റെ ദർജയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ തെളിവ് സഹിതം പലതവണ വിശദീകരിക്കപ്പെട്ടതാണ്. അത് പോട്ടെ, അതല്ല ഇവിടുത്തെ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ദർജ ഉണ്ടിച്ച് മൂപ്പര് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് ഞാൻ പറയുന്നതല്ല. ഈ ഒരു കാര്യം ഇങ്ങനെയല്ല, ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനെയല്ല എന്നുള്ളത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇതിന് മറുപടിയായിട്ട്, ഇതിന് അവർക്ക് മറുപടി കൊടുത്തതല്ല, അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് മറുപടിയായി വരുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. കാന്തപുരം സമസ്തയിൽ ഭിന്നാഭിപ്രായമാണ്. ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ള വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ മുസ്ലിയാർ പറഞ്ഞത് CM മടവൂരാണെന്നുള്ളതാണ്. എന്നാൽ കാന്തപുരം AP വിഭാഗത്തിലെ പ്രബലനായ ഈ പേരോട് സഖാഫി എന്താ പറഞ്ഞെന്ന് കേട്ടു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഉണ്ടാക്കിയവനാണ്. അവൻ ഒരിക്കലും വേറെ ഒരാളുടെ അധികാരത്തിൽ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ലാ ശരീക ലഹു ഫീ മുൽക്കിഹി, അല്ലാഹുവിന്റെ അധികാരത്തിൽ അവന് ഒരു പങ്കുകാരനുമില്ല, ഒരു കൂറുകാരനും ഇല്ല. വലാ മുദബ്ബിറ മഅഹു ഫീ, അല്ലാഹുവിന്റെ കൂടെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരാളുമില്ല. സർവ്വലോകത്തെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണ്. ഇപ്പം എന്തേ ഒരു AP വിഭാഗം മൗലിയര് ഒരു വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഈ ലോകം നിയന്ത്രിക്കുന്ന മഹരിഫത്തിൻ്റെ ദർജയിലെത്തിയ CM മടവൂരാണ് എന്നൊക്കെ പാട്ട് പാടുകയാണ്. ഇവരുടെ പാട്ടാണത്. എന്താ മനുഷ്യന്മാർ പറഞ്ഞ പോലെ പറഞ്ഞാൽ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞാൽ എന്തോട്ടെ. ഇവിടെ എന്നെ വിമർശിക്കുന്ന ആളുകളെ CM മടവൂര് എന്തോ ആവട്ടെ, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. CM മടവൂര് എന്തായാലും CM മടവൂര് അനുഭവിക്കുക. നന്നായോ CM മടവൂരിന് കൊള്ളാം. CM മടവൂര് പേച്ചതായിരുന്നോ CM മടവൂര് അനുഭവിക്കേണ്ടി വരും. അതിനെന്തിനാ നമ്മൾ ബേജാറാവുന്നത്? അതിനെന്തിനാ CM മടവൂരിനെ മരിച്ചുപോയി? അത് മരിച്ചു പോയത് പോയതാ. ഇനി അതിൻ്റെ പിന്നാലെ കൂടണ്ട, സൈക്കിൾ എടുത്ത് നിങ്ങൾ കൂടണ്ട. ഓക്കെ. അപ്പോൾ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന AP വിഭാഗം സമസ്തയിലെ കുബൂരികളായ മുസ്ലിയാക്കന്മാർ, അവർക്ക് വിരുദ്ധമായിക്കൊണ്ട് അതേ സമസ്തയിലുള്ള മറ്റൊരു കുബൂരിയായ മുസ്ലിയാർ പറയാണ് ലോകം നിയന്ത്രിക്കുന്ന അള്ളയാണ്, അള്ളാഹ്ക്ക് വേറൊരാളുടെ അധികാരത്തിൻ്റെ ആവശ്യമല്ല എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് വേണ്ടേ ഈ CMൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പാട്ടുപാടി കിടക്കാൻ? പേരോട് പറയണു അള്ളയാണ് ലോകം നിയന്ത്രിക്കണമെന്ന്. പേരോട് അപ്പുറത്ത് എന്നാൽ ചിലപ്പോൾ തിരുത്തി പറയും CM തന്നെയാണെന്ന് പറയും, 2 വട്ടം നിയന്ത്രിച്ചു എന്നൊക്കെ പറയും. അത് വേറൊരു കാര്യം. ഈ കാര്യത്തിൽ ഇപ്പം ഇവർ രണ്ടാളും പറഞ്ഞ കാര്യത്തിൽ ഇത് ഒരാൾ യഥാർത്ഥ ദീന് പറയുന്നു, ഒരാൾ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഭൗതികവാദവും പറയുന്നു. ഏതാണ് സത്യം?
ഏതാണ് സത്യം? സത്യം പരിശുദ്ധ ഖുർആന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പേരോടാണ് ഇവിടെ സത്യം പറഞ്ഞത്. പേരോട് പറയുന്നത് മുഴുവൻ സത്യമാണെന്നൊന്നും എനിക്ക് വാദമല്ല. അദ്ദേഹം സിറാജുൽ ഹുദക്ക് കള്ളക്കറാമത്ത് പറയുന്ന ആളാണ്. അയാൾ പല കാര്യങ്ങളും പല തരത്തിലും കള്ളക്കറാമത്തും ഇസ്തിഗാസയ്ക്ക് വേണ്ടിയിട്ട് ഘോരഘോരം ജൽപ്പനങ്ങളുമായിട്ട് നടക്കുന്ന ആളാണ്. എന്നാൽ ഇവിടെ ഈ മുസ്ലിയാർ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ടല്ലേ ഇപ്പോൾ പേരോട് സംസാരിച്ചത്? എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചത്? ഒരാൾ കള്ളം പറയുന്നു. അപ്പൊ കള്ളം ഇവർ പറയുന്നുണ്ട്, ഒരാളല്ലെങ്കിൽ ഒരാൾ പറയുന്നുണ്ട്. എന്തായാലും സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഉണ്ട്. അപ്പുറത്ത് പറയുന്ന ആ മൗലിയരുണ്ടല്ലോ, അയാൾ ഈ പറയുന്ന വിവരക്കേട്, ഈ പച്ച ഷിർക്ക്, ഈ കുഫർ, അത് എന്തുകൊണ്ടാണ് ഇവർ സത്യപ്പെടുത്തുക? ഇവരുടെ തൊള്ളപ്പുട്ടല്ലാതെ വേറൊന്നും ഇവർക്ക് തെളിവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാതെ ഇവരുടെ ആരുടെയും ഒരു അപ്പനുമല്ല, ഒരു ഉപ്പാപ്പയുമല്ല, ഒരു ബീവിയുമല്ല, ഒരു ബീവാത്തുമല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹുവാണ് ഇത് മുഴുവൻ സംരക്ഷിക്കുന്നത്, അള്ളാഹുവാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്, അള്ളാഹു തന്നെയാണ് ഇത് മുഴുവത്തിൻ്റെയും ഉടമസ്ഥൻ. അതുകൊണ്ടാണ് ആ ശക്തിയെ നമ്മൾ റബ്ബ് എന്ന് പറയുന്നത്. ആ റബ്ബിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആരാധന എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അതിനിപ്പോൾ തിരിച്ചും വന്നിട്ടുണ്ട്. ഓക്കെ, സക്കാത്ത്, ഹജ്ജ് എന്നുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒന്നാമത്തെ കാര്യമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ ഒരു ആദർശമുണ്ടല്ലോ, ഈ കർമ്മപരമായ കാര്യങ്ങൾ കൊണ്ട് നിലനിർത്തേണ്ട ആദർശമുണ്ടല്ലോ, ആ ആദർശം കളഞ്ഞു കുളിച്ചിട്ടാണ് ഈ അമലുകളാണ് ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് മാത്രമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോകുന്നത്. ഈ ഇബാദത്തുകൾ കൊണ്ട് നാം ജീവിപ്പിക്കേണ്ടത് നമ്മുടെ ആദർശത്തെയാണ്. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലയാണ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ ഇബാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. ആ കാര്യത്തിൽ കളങ്കം വരുത്തിക്കൊണ്ട് നിങ്ങൾ ഈ 4 കാര്യങ്ങളും ചെയ്തിട്ടും അള്ളാഹു അത് സ്വീകരിക്കൂല, അവിടേക്ക് എത്തൂല. കാരണം ഷഹാദത്ത് അത് കൈമോശം വന്നാൽ ഈ ഇബാദത്തുകളൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. സുന്നത്ത് കഴിക്കാത്തവൻ നിസ്കരിക്കണ പോലെ, ഒളു ഇല്ലാത്തവൻ നിസ്കരിക്കണ പോലെ, നിസ്കരിക്കുന്നവൻ അവസാനം അത്തഹിയാത്തിന് സലാം വീട്ടുന്നതിന് മുമ്പ് ആ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, കീഴ്വായു, അത് വിട്ട പോലെ ഇതൊക്കെയാണ് ഷഹാദത്തില്ലാത്തവൻ ഇതൊക്കെ ചെയ്താൽ എന്നുള്ള കാര്യമെങ്കിലും തിരിച്ചറിയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ അടിയുറച്ചുകൊണ്ട് ബാക്കിയുള്ള റിസാലത്തിലെ ഇബാദാത്തുകളൊക്കെ ഇത് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാവട്ടെ എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലോടെ ദുആ അത് ഇബാദത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാത്തവരോട് ദുആ ചെയ്യരുത്. നിങ്ങൾ അല്ലാത്തവർക്ക് നിസ്കരിക്കുന്നില്ല, അല്ലാത്തവരുടെ പേരിൽ നിങ്ങൾ സക്കാത്ത് ചെയ്യുന്നില്ല, ബലിയർപ്പിക്കുന്നില്ല. ബലിയർപ്പിക്കുന്നതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാനായിട്ടാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഹജ്ജും ഉംറയൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ മറ്റുള്ള ഇബാദത്തുകളൊന്നും അല്ലാത്തവർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ദുആ എന്ന ഇബാദത്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അർപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ശിർക്കായി പോകുമെന്ന ഓർമ്മപ്പെടുത്തൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.